മലപ്പുറത്ത് നിപ ബാധിച്ച 14-കാരൻ മരിച്ചു. ഇന്ന് രാവിലെ 10:50 കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായി. തുടർന്നാണ് മരണം ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിപ വൈറസ് പ്രോട്ടോകോൾ പ്രകാരം സംസ്കാരം നടത്തും. സംസ്ഥാനത്ത് ആദ്യമായി നിപ സ്ഥിരീകരിച്ചത് 2018-ലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. പൂനെയിൽ നിന്നുള്ള ആൻറ്റിബോഡി മരുന്ന് ഇന്നെത്തും. 2 പേരുടെ കൂടി സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചുവെന്നും മന്ത്രി പറഞ്ഞു. 246 പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്നും 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 214 പേർ നിരീക്ഷണത്തിലാണ്. 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. 15 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. ആനക്കയം, പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലെ 2 പേർക്ക് പനിയുണ്ട്. വൈറൽ പനിയാണുള്ളത്. 246 പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്നും ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ട്. ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരുടെ സാമ്പിളുകൾ ശേഖരിക്കും. NIV പൂനെയുടെ മൊബൈൽ ലാബ് ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും സർവേ നടത്തും. പൂർണ്ണമായി ഐസൊലേഷനിൽ ഉള്ളവർക്ക് വേണ്ടി സഹായത്തിന് വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗുമുണ്ട്. ജനങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. സമ്പർക്കത്തിലുള്ളവർ ചികിത്സ തേടിയ ആശുപത്രികളിലെ CCTV പരിശോധന നടത്തും. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ ഫീവർ ക്ലിനിക്കുകൾ സ്ഥാപിക്കും. മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നുണ്ടെന്നും ഒരു തരത്തിലും ആശങ്ക വേണ്ടെന്നും ജാഗ്രത മതിയെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു.